ചാവറ മെമ്പർമാർ പിന്നാലെ കൂടുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മുദ്രാവാക്യം വിളിച്ച് തക്ബീർ വിളിച്ച് സയ്യിദുൽ ഉലമയെ ആനയിക്കുമ്പോൾ ഓരോ സ്ഥലത്തും ഹൃദയം കുളിരണിഞ്ഞു പോകുന്ന രംഗങ്ങളാണ്. ആ ഒരു പ്രഭാവം, ആ ഒരു വരവ്, ആ ഒരു തലയിൽ കെട്ട് എവിടെയോ ശംസുൽ ഉലമയെ കുത്തിവെച്ചതുപോലെ തൊടുപുഴയുടെ മണ്ണിലേക്കും ബഹുമാനപ്പെട്ടവർ കടന്നു വരികയാണ്. അല്ലാഹു തആല ഇതൊരു വലിയ ആദർശ മുന്നേറ്റത്തിന്റെ വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്ന ഒരു സന്ദേശയാത്രയാക്കി തൊടുപുഴയിലെ മണ്ണിനെ അല്ലാഹു മാറ്റട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എൻ്റെ എന്തുകൊണ്ട് സമസ്തയുടെ സമ്മേളനങ്ങളിൽ ഇത്രയും ജനസഞ്ചയം കടലുപോലെ ഇരമ്പിയെത്തുന്നു എന്നതിൻ്റെ പിന്നിൽ ഒരു വലിയ ആത്മീയ യാഥാർത്ഥ്യമുണ്ട്. 1926 എന്ന കാലഘട്ടത്തിൽ സത്യത്തിൽ ഈ കേരളം പോലും രൂപകൽപ്പന ചെയ്യപ്പെടാത്ത കാലം, സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ലാത്ത കാലം, സാമ്പത്തികമായി മുസ്ലിം സമുദായം ഏറെ പിന്നോക്കം നിൽക്കുന്ന കാലം, ബ്രിട്ടീഷ് തമ്പുരാക്കന്മാരുമായി അവരോടുള്ള വിരുദ്ധ പോരാട്ടങ്ങൾ ഓരോ ഭാഗത്തും നിറഞ്ഞു തുളുമ്പുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തെ മുതലെടുത്തുകൊണ്ട് ഇസ്ലാമിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പാരമ്പര്യമായി പൈതൃകമായി കിട്ടിയ ഇസ്ലാമിക സാംസ്കാരിക മൂല്യങ്ങളെ തകർത്തെറിഞ്ഞ് ആ ഇസ്ലാമിൻ്റെ ശക്തിയെ ചോർത്തിക്കളയണമെന്ന ലക്ഷ്യത്തോടെ നവീന ആശയക്കാർ രംഗത്ത് വന്നപ്പോൾ ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളറകളിൽ തന്ത്രപരമായി അവർ കടന്നുകൂടിയത് മനസ്സിലായപ്പോൾ പാരമ്പര്യത്തിൻ്റെ പൈതൃകത്തിൻ്റെ മഹത്വം ഹൃദയാന്തരത്തിൽ സൂക്ഷിക്കുന്ന വലിയ പണ്ഡിത നേതൃത്വം ഉമ്മത്തിൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശത്തിന് കാവൽ നിൽക്കാൻ തീരുമാനിച്ചതാണ് സമസ്ത. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംവിധാനം വന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു നേതൃത്വം വന്നില്ലെങ്കിൽ, ഊണും ഉറക്കവും ഒഴിച്ച് രാപ്പകലില്ലാതെ നമ്മൾ ഇന്ന് പറയുമ്പോൾ രോമാഞ്ചമുണ്ടാകുന്ന അന്നത്തെ മഹത്തുക്കൾ നമുക്ക് കാവലിരുന്നില്ലെങ്കിൽ നമ്മുടെ മതസംവിധാനങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു? നമ്മുടെ പ്രാസ്ഥാനിക പ്രവർത്തനങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു? ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് പഠിച്ച് സമുന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കി മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് അൽബിർ മുതൽ അതിൻ്റെ മുകളിലോട്ട് വിദ്യാഭ്യാസ സമുച്ചയങ്ങളുടെ പടവുകൾ കെട്ടിപ്പടുക്കാൻ കഴിയാതെ നാം മിഴിച്ചു നിന്നു പോകുമായിരുന്നു. ഇരുട്ടത്ത് ഒറ്റയ്ക്ക് നിന്നു പോകുമായിരുന്നു. അതറിയണമെങ്കിൽ കേരളത്തിൻ്റെ പുറത്തേക്ക് സഞ്ചരിക്കണം. കേരളമല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ? ഇന്നും സമസ്ത അവിടങ്ങളിൽ മതസ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ ഈ നൂറ്റാണ്ട് പൂർത്തിയാക്കുമ്പോഴും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അലിഫ് എഴുതാൻ അറിയാത്ത 20 വയസ്സുകാരൻ, മലയാളക്ഷരത്തിന്റെ ആ കുറിച്ചിടാൻ കഴിയാത്ത 30 വയസ്സുകാരൻ, ഭക്ഷണം ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾക്ക് വേണ്ടത് കൊണ്ടുവന്ന ഭക്ഷണത്തെ മാറ്റിവെച്ച് ഞങ്ങൾക്ക് വേണ്ടത് അക്ഷരാഭ്യാസമാണെന്ന് കാലുപിടിച്ച് കരയുന്ന 17 വയസ്സുകാരൻ. അങ്ങനെ ഒരു ഗതി കേരളത്തിന് ഉണ്ടാകാതെ പോയത് വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ അമ്പുകൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള മണൽപ്പരപ്പുകളിൽ സമസ്തയുടെ ബറക്കത്തോടെ വന്നു പതിച്ചതുകൊണ്ടാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട സമസ്തയുടെ 2 ലക്ഷ്യങ്ങൾ: ഒന്ന്, സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുക. കാരണം എന്താണ്? ക്രൂരമായ അമ്പുകൾ പോലെ വിശ്വാസികളുടെ മനസ്സകങ്ങളിലേക്ക് തന്ത്രപരമായി നവീനവാദങ്ങൾ പടർന്നു പന്തലിക്കുന്നു എന്നത് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അപ്പോൾ സമസ്തയുടെ 1ാമത്തെ ലക്ഷ്യം തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ ലോകത്തെവിടെയും പ്രചരിപ്പിക്കുക എന്നതാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. 2ാമത്തേത് ആശയാദർശങ്ങൾക്കെതിരെ വരുന്ന നവീനവാദങ്ങളെ എതിർത്ത് തോൽപ്പിക്കുക. എങ്ങനെ തോൽപ്പിക്കുക? ഈ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്, ഈ രാജ്യത്തിനൊരു നിയമവ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത വിധം അവരോട് ആശയപരമായി പോരാടുക. അതിൻ്റെ പേരിലാണ് ചില ആളുകളൊക്കെ സമസ്ത എന്ന് പറയുന്നത് വിഭാഗീയത ഉണ്ടാക്കുന്ന പ്രസ്ഥാനമാണ്, തമ്മിലടിപ്പിക്കുന്ന പ്രസ്ഥാനമാണ്, ചോര തിന്നുന്ന പ്രസ്ഥാനമാണ്, റോഡിൽ അടിയുണ്ടാക്കുന്ന പ്രസ്ഥാനമാണ്, പള്ളികൾ അടച്ചുപൂട്ടുന്ന പ്രസ്ഥാനമാണ് എന്ന തെറ്റിദ്ധാരണ
ഈ ഒരു ആശയത്തെ നിയമപരമായി പോരാടുക എന്ന ലക്ഷ്യത്തെ കണ്ടുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പരത്തിയിരിക്കുന്നത്. ഒട്ടും യാഥാർത്ഥ്യം അതിലില്ല. പാരമ്പര്യത്തിൻ്റെ പൈതൃകത്തിൻ്റെ മധുരത്തെ മുറുകെ പിടിക്കാനുള്ള കഷ്ടപ്പാടാണ് സമസ്ത ചെയ്തത്, അല്ലാതെ വിഭാഗീയത ഉണ്ടാക്കലല്ല. എന്നാൽ അവരെയൊക്കെ സമസ്ത സ്നേഹിക്കുന്നുണ്ട്. ആശയപരമായി എതിർക്കുമ്പോഴും ആദർശപരമായി വെറുക്കുമ്പോഴും മനുഷ്യനെന്ന നിലയിൽ ഈ സമസ്ത അവരെയൊക്കെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പാരമ്പര്യമായി സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്നതിന് തെറ്റാണെന്ന് പറയുമ്പോൾ, അത് ബഹുദൈവാരാധനയാണെന്ന് പറഞ്ഞ് പരത്തുമ്പോൾ അതിനെതിരെ അക്കമിട്ട് മറുപടി കൊടുത്തു സമസ്തയുടെ സമുന്നതരായ നായകന്മാർ വിശുദ്ധ ഖുർആനും ഹദീസും കൊണ്ട്. ഇസ്ലാമിനെ തകർക്കാൻ ശത്രുക്കൾ ചെയ്ത ഈ ആത്മീയതയെ ഷണ്ഡീകരിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ പിന്നിലാണ് ഈ നവീനവാദക്കാർ കേരളത്തിൽ ഉദയം ചെയ്യേണ്ടി വന്നത്. അതിൻ്റെ പിന്നാലെ കുറേ ആളുകൾ പെട്ടുപോയപ്പോൾ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സമസ്ത വലിയൊരു പോരാട്ടമാണ് നടത്തിയത്. ജമാലുദ്ദീൻ അഫ്ഗാനിയെ പോലെയുള്ളവരുടെ അറ്റവും മൂലയുമില്ലാത്ത വർത്തമാനങ്ങളെ ഈ കൈരളിയുടെ നറുകയിലേക്ക് അവർ കൊണ്ടുവന്ന് ചാർത്തുമ്പോൾ അതിൽ നിന്നവരെ രക്ഷപ്പെടുത്താൻ സമസ്തയ്ക്ക് സാധിച്ചു. ഇപ്പോഴും ആ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് അഭിമാനകരമായ പോരാട്ട വീര്യത്തിൻ്റെ ചരിത്രം നമ്മളും പഠിക്കാൻ തയ്യാറാകണം. രണ്ടാമത്, നമ്മൾ ജീവിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. നമുക്കറിയാം, ജാതിയുടെ മതത്തിൻ്റെ വേർതിരിവുകൾ കൊടുക്കാൻ കഴിയാത്ത വിധം, പ്രത്യേകിച്ച് കേരളം എത്ര സുന്ദരമാണ്, എത്ര മനോഹരമാണ്. ആ ബഹുസ്വര സമൂഹത്തിൽ ഒരു മതകാരിയുടെ അല്ലെങ്കിൽ ഒരു മതകീയ പ്രവർത്തകന്റെ, ഒരു പ്രബോധകന്റെ, ഒരു സ്വാമിയുടെ, ഒരു ഫാദറിന്റെ കുപ്പായത്തിലേക്ക് ചെളിവാരി എറിയാൻ 100 വർഷം തികയുന്ന സമസ്ത അതിൻ്റെ ഒരു അണികളോടും നിർബന്ധപൂർവം പറഞ്ഞിട്ടില്ല, അല്ലാതെയും പറഞ്ഞിട്ടില്ല. എത്ര പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടായി, എന്തെല്ലാം വിപ്ലവങ്ങളുണ്ടായി. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ദിവസമാണ് ഏറ്റവും അധികം കേരളം കത്തിപ്പോകുമോ എന്ന് നാനാജാതി മതസ്ഥരും ആശങ്കപ്പെട്ടു പോയത്. അന്നുപോലും വാഹനങ്ങളിൽ മൈക്ക് കെട്ടിവെച്ചിട്ട് അന്യമതസ്ഥരുടെ ക്ഷേത്രങ്ങളിലേക്ക് ഒരു തരി മണ്ണെറിഞ്ഞു പോകരുതേ എന്ന് വിളംബരം നടത്താൻ ഈ ഉമ്മത്തിൻ്റെ നായകന്മാരുടെ നിർദ്ദേശപ്രകാരം ഈ സമുദായത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാവലിരിക്കുന്നവരുടെ ജോലിയായിരുന്നു അത് സമസ്ത ചെയ്തു. വൃത്തിയായിട്ട്, അത് വളരെ ഭംഗിയായിട്ട് സമസ്ത ചെയ്തു. ഏതു മതത്തിൽപ്പെട്ടവർക്കും കടന്നു വരാൻ പറ്റുന്ന വിധത്തിൽ സമസ്ത സുന്ദരമായ വാതായനങ്ങൾ തുറന്നിട്ടു. ശീതള ശാദ്വല തീരങ്ങൾ ഇന്ന് കേരളത്തിൽ സന്ദേശയാത്രയ്ക്ക് സ്വീകരണം കൊടുക്കുമ്പോൾ അത് സമസ്തയുടെ അവകാശമാണ്. തിരുവനന്തപുരത്ത് ആ സദസ്സിൽ മുഖ്യാതിഥിയായി എത്തിയത് അവിടുത്തെ ഏറ്റവും അറിയപ്പെട്ട ഒരു സ്വാമിയാണ്. തങ്ങളോടുള്ള ബഹുമാനം, ആദരവ്, സമസ്തയോടുള്ള സ്നേഹം എന്തുകൊണ്ടാണ്? അവരുടെ കുപ്പായത്തിലേക്ക് ഒരു കടുകുമണിയുടെ അളവ് പോലും ഒരു കപടതയാണെന്ന് പറഞ്ഞവരെ മാറ്റി നിർത്താൻ സമസ്ത മുന്നോട്ട് വന്നിട്ടില്ല. നിങ്ങളുടെ മുന്നിൽ ഇവനിതൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ സ്നേഹസാഗരം എന്ന മഹത്തായ പദ്ധതിയുടെ ചെയർമാനാണ്. എൻ്റെ പ്രിയങ്കരനായ OMS തങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം മാസത്തിൽ ഒരു വിഹിതം അവിടുത്തെ ഉമ്മമാർക്ക് ഭക്ഷണത്തിന് വേണ്ടി തരുന്ന വ്യക്തിയാണ്. അവിടെ നേതൃത്വം കൊടുക്കുന്നത് ഞാൻ ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി എന്ന രീതിയിലല്ല. അവിടെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അവിടെ ഹിന്ദുവിന്, മുസ്ലിമിന്, ക്രിസ്ത്യാനിക്ക് താമസവും സൗകര്യവും ഭക്ഷണവും സ്നേഹവും പാട്ടും കഥയും ഒക്കെ കൊടുത്ത് അവിടെ കഴിയുമ്പോൾ ഞാൻ പ്രതിദാനം ചെയ്യുന്ന എൻ്റെ മഹത്തായ പ്രസ്ഥാനമാകുന്ന എൻ്റെ സമസ്ത നിങ്ങളത് ചെയ്യരുത് എന്നോട് പറയില്ല എന്ന് 100 വട്ടം എനിക്ക് ഉറപ്പാണ്. എന്തുകൊണ്ട്? സമസ്ത അത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് സമസ്തയുടെ നേതാക്കൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞങ്ങൾ ഇന്നവിടെ വന്നാലൊന്ന് കാണാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് ഇവരോടുള്ള വല്ലാത്ത അടങ്ങാത്ത സ്നേഹം കൊണ്ടാണ്. പണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ എന്ന അറ്റപ്പൂ അതിന് ശിലവാകുമ്പോൾ കുറിയിട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് കൈകൂപ്പി നിന്ന മാതാവിൻ്റെ നറുകയിൽ കൈവച്ചുകൊണ്ട് തലോടിയ രംഗം നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഈ സാധുവിൻ്റെ കൽബിൽ നിന്നും മാഞ്ഞു പോകില്ല. അത്രത്തോളം ത്യാഗമാണ് ഈ സാഹോദര്യത്തിന് വേണ്ടിയിട്ട് ഈ രാജ്യത്ത് സമസ്ത മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബഹുസ്വര സമൂഹത്തിൽ സമസ്ത ആരുടെയും ഹൃദയത്തിലേക്ക് ഒരു കരടുവാരി ഇടില്ല. അതിന് സമസ്തയ്ക്ക് കഴിയില്ല. കാരണം 60ാം വാർഷികത്തിൽ 4 പതിറ്റാണ്ട് കാലം സമസ്തയെ ആവേശത്തോടുകൂടി നയിച്ച, വൃത്തിയായി ശുദ്ധിയായി ഇതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഈ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പ്രസംഗിച്ച ഒരു പ്രഭാഷണമുണ്ട്. ഈ രാജ്യത്തെ പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തെ സാഹോദര്യം
സാമുദായിക സൗഹാർദ്ദത നിലനിൽക്കണമെങ്കിൽ സമസ്ത എന്ന് പറയുന്ന മഹത്തായ പടുവൃക്ഷം ആടാതെ ഉലയാതെ ഉറച്ചു നിൽക്കണമെന്ന് 60-ാം വാർഷികത്തിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പ്രഭാഷണം നടത്തിയത്. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ, അദ്ദേഹത്തിന്റെ അറിവിൽ ആർക്കും ആശങ്കയില്ലല്ലോ, അദ്ദേഹം പറയുന്നത് കളവാകുമെന്ന് ആർക്കും മനസ്സിലാക്കുന്നില്ലല്ലോ, അദ്ദേഹം പറയുന്നത് സത്യമാണെന്ന ബോധം എല്ലാവർക്കും ഉണ്ടല്ലോ. ആ ഒരു ആശയത്തെ ഹൃദയത്തിലേറ്റിയവരാണ് സയ്യിദുൽ ഉലമ വരെ എത്തി നിൽക്കുന്ന സമസ്തയുടെ അജയ്യരായ പ്രിയപ്പെട്ട നേതാക്കൾ, മുഖ്ലിസീങ്ങളായ പണ്ഡിത പ്രമുഖർ, പ്രധാനികൾ. മഖ്ദൂമികൾ കാണിച്ചു കൊടുത്ത പാരമ്പര്യത്തെ അല്പം പോലും അളവ് വ്യത്യാസമില്ലാതെ ഹൃദയത്തിലേറ്റാൻ പ്രിയപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് സാധ്യമായിട്ടുണ്ട്. ഒരുപാട് വിദ്യാഭ്യാസ പദ്ധതികൾ, പൈതൃകത്തിൽ സൃഷ്ടിച്ചെടുത്ത വിദ്യാഭ്യാസ പദ്ധതികൾ, പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നല്ലോ. ആർക്കും എവിടെ ഇരുന്നു കൊണ്ടും മദ്രസയിൽ ഉസ്താദുമാർ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആശയത്തെ, ആദർശത്തെ തിരിച്ചറിയാൻ കഴിയും, ആർക്കും പരിശോധിക്കാം. അർത്ഥമറിയാത്തവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെല്ലാം സംവിധാനങ്ങളാണ് നമ്മുടെ കയ്യിൽ സോഷ്യൽ മീഡിയയിൽ ഉള്ളത്. ഏതു ഭാഷയുടെ അർത്ഥവും നമുക്ക് മനസ്സിലാക്കാം. സമസ്ത 100 വർഷമായി മതപരമായി നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസയുടെ കലാലയങ്ങളുടെ പാഠപുസ്തകങ്ങൾ പരിശോധിക്കുക. ഒരു സ്ഥലത്തും അത് ലോക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. 1-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠ്യപദ്ധതിയെ പരിശോധിക്കുക. നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ പദ്ധതികളിൽ ചോദ്യപേപ്പർ വിവാദമാകുമ്പോ, ക്വസ്റ്റ്യൻ വിവാദമാകുമ്പോ, പാഠ്യപദ്ധതികൾ വിവാദമാകുമ്പോ 1 നൂറ്റാണ്ട് കാലം ഒരു വിവാദവുമില്ലാതെ സമുദായത്തിനകത്തും പുറത്തുമുള്ളവർ ഒരേ സ്വരത്തിൽ അംഗീകരിക്കുന്ന പാഠ്യപദ്ധതിയാണ് സമസ്ത മുന്നോട്ട് വെച്ചിട്ടുള്ളത്, സമസ്ത വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരു കുഞ്ഞിന്റെയും ഹൃദയത്തിൽ ഒരു വർഗീയതയുടെ വിഷവിത്ത് പാകി കൊടുക്കാതെ, ഒരു കുഞ്ഞിന്റെയും മനസ്സിൽ മാനുഷിക മൂല്യങ്ങളെ ദൂരേക്കെടുത്ത് കളയാതെ, അൽബിർ എന്ന് പറയുന്ന സമസ്തയുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ 3.5 വയസ്സുള്ള ഒരു കുഞ്ഞ് പഠിക്കുന്നത് മതത്തെക്കുറിച്ച് മാത്രമല്ല. റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ടാപ്പ് തുറന്നു കിടന്ന് വെള്ളം തുള്ളിയായി നഷ്ടപ്പെട്ടു പോയാൽ അൽബിറിൽ പഠിക്കുന്ന, സമസ്തയിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞിന് അത് കണ്ടു നിൽക്കാൻ കഴിയില്ല. അത് ഓഫ് ചെയ്തു കൊടുക്കുന്ന ഒരു മൂല്യം ആ മക്കളുടെ ഹൃദയത്തിലേക്ക് കല്ലിൽ കൊത്തിവെച്ചതുപോലെ ചെറിയ പ്രായത്തിലേ പതിപ്പിച്ചു വെക്കുകയാണ്. ഇങ്ങനെ നാടിന്റെ നാനാഭാഗങ്ങളിൽ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഇസ്ലാമിക സാംസ്കാരിക ബോധം നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് സമസ്ത പതിപ്പിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്, സമസ്ത എന്ന മഹാപ്രസ്ഥാനം സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച ഒരു വിശ്വാസത്തെയാണ് മുന്നോട്ട് വെക്കുന്നത്. അത് നവീനവാദികളുടെ ആശയാദർശങ്ങളോട് പുലബന്ധം പോലുമില്ലാത്ത കണിശമായ നിലപാടാണ്. ആ നിലപാടിൽ സമസ്തക്ക് മാറ്റം വരുത്താൻ കഴിയില്ല, ഒരിക്കലും മാറ്റം വരുത്താൻ കഴിയില്ല. എന്തിന് മാറ്റം വരുത്തണം? അത് പാരമ്പര്യമായി കിട്ടിയ ആദർശമാണ്. മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ, കുത്തേറ്റുകൊണ്ട് മസ്ജിദുൻ നബവിക്കകത്ത് പിടഞ്ഞു വീഴുമ്പോ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഉപ്പ മരണപ്പെട്ടാൽ ഉപ്പാന്റെ മയ്യത്ത് ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തടക്കാൻ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് അനുവാദം ചോദിക്കണമെന്ന്. അനുവാദം ചോദിക്കണമെന്ന് ആയിഷ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് മോനെ പറഞ്ഞു വിടാൻ. ആദ്യം അനുവാദം ചോദിച്ചു, വീണ്ടും അനുവാദം ചോദിച്ചു. ഇനി എൻ്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ഒന്നുകൂടി ചോദിക്കണമെന്ന് പറഞ്ഞ് ആ മണ്ണിൽ കിടക്കാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചത് എന്തിനാണ്? നിങ്ങൾ ആലോചിക്കൂ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ആഗ്രഹിച്ചത്? ആ മണ്ണിന് ബറക്കത്തുണ്ടെന്ന സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമല്ലേ അത്? പിന്നെ എന്തുകൊണ്ടാണ് ഈ നവീനവാദികൾക്ക്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കുന്നവർക്ക് ഇതെന്ത് അംഗീകരിക്കാൻ പ്രയാസം? എനിക്ക് ആരംഭപ്പൂവിന്റെ അരികത്ത് കിടക്കണം, അവിടെ നിന്ന് വഫാത്തായി പോയി സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന നവീനവാദികളെ അവിടെ നിന്ന് വഫാത്തായി പോയി. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി പോയി. ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിട പറയുമ്പോ ഇങ്ങനെ ഒരു ആഗ്രഹം മുന്നോട്ട് പറയുന്നതിന്റെ കാരണം എന്താണ്? അത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയമാണ്. ആ കാരണമാണ് നമ്മുടെ ആദർശം എന്ന് പറയുന്നത്. ആ വിശ്വാസമാണ് സമസ്ത 100 കൊല്ലം കൊണ്ട് മദീനയുടെ പാരമ്പര്യത്തിൽ നിന്ന് കൊത്തിയെടുത്ത് ഈ ഉമ്മത്തിന്റെ ഹൃദയാന്തരങ്ങളിൽ SBV മുതലുള്ള മക്കളുടെ നെഞ്ചിലേക്ക് പടർത്തി വെച്ചു കൊടുക്കുന്നത്. അഭിമാനിച്ചുകൂടെ നമുക്ക്? ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട് ആദർശത്തിന്റെ
പാരമ്പര്യത്തിൽ നിന്ന് കടമെടുത്തതാണ് ഈ ആദർശമെന്ന് പറയാൻ ധാരാളം ചരിത്ര സംഭവങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു എത്ര കാലമാണ് ഒരു തോൽപാത്രത്തിന്റെ കഴുത്ത് വെട്ടിയെടുത്ത് സൂക്ഷിച്ചു വെച്ചത്? എന്തിനാ സൂക്ഷിച്ചു വെച്ചത്? പുരാവസ്തുവായതുകൊണ്ടല്ല. ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ അധരങ്ങൾ അതിൽ പതിഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. ഇത് ഏത് ആദർശമാണ്? ശംസുൽ ഉലമയൊന്ന് തൊടാൻ വേണ്ടി കോഴിക്കോട് കടപ്പുറപ്പ് അടിച്ചുകൂടിയ 10,000ങ്ങളുടെ മനസ്സിൽ പതിഞ്ഞത് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹുവിന്റെ ആദർശമാണ്. പ്രിയപ്പെട്ടവരെ, പുതിയതായി ഉണ്ടാക്കിയെടുത്തതല്ല. മഹാന്മാരുടെ ബറക്കത്ത് തേടുക, മഹത്തുക്കളെ ഇഷ്ടപ്പെടുക, അവരുടെ പാതയിലൂടെ നടക്കുക എന്നത് പുതിയതായി സമസ്ത ഉണ്ടാക്കിയെടുത്ത ആദർശമല്ല. പുന്നാരപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചിരുന്ന ഒരു മോതിരത്തിന്റെ ചരിത്രം നമുക്കറിയാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചത് പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചു, അവിടുന്ന് ധരിച്ചു. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ധരിച്ചു. പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ധരിച്ചു. എന്തിനാണ് ഇങ്ങനെ മാറി മാറി ധരിക്കുന്നത്? അതിലെന്താണുള്ളത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുമ്പോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുമ്പോ എന്തുകൊണ്ട് നാം ഇത് പറയുന്നില്ല? നവീനവാദികൾ പഠിക്കണം, ഇത് സമസ്തയുടെ ആദർശം തന്നെയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് ആ മോതിരം മസ്ജിദ് ഖുബയുടെ പരിസരത്തുള്ള കിണറിലേക്ക് വീണുപോയപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, എത്ര പ്രാവശ്യമാണ് ആ കിണർ ഞാൻ വറ്റിച്ചു പരിശോധിച്ചത് ആ മോതിരത്തിന് വേണ്ടി. എന്തിനാണ് ഇങ്ങനെ ഒരു വ്യഗ്രത? എന്തിനാണ് ഇങ്ങനെ ഒരു താല്പര്യം? അതാണ് ബറക്കത്തിന്റെ, അതാണ് റഹ്മത്തിന്റെ, തലമുറകൾ കൈമാറി വന്ന പാരമ്പര്യത്തിന്റെ മഹത്വം എന്ന് എന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ധാരാളം സംഭവങ്ങളുണ്ട്. ഞാൻ വളരെ ചുരുങ്ങിയത് മാത്രം ഒന്ന് സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരം ആദർശങ്ങളിൽ വെള്ളം ചേർക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ അതിന്റെ പോഷക ഘടകങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. അതാണ് സമസ്തയുടെ പോരാട്ടം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ അസ്മാ റളിയല്ലാഹു തആല അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചിരുന്ന ഒരു കുപ്പായം സൂക്ഷിച്ചു വെച്ചിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതെന്റെ പുന്നാരപ്പൂവിന്റെ കുപ്പായമാണ്. വകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസുഹാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചിട്ടുണ്ട്. വനഹനു നഗ്സിലുഹാ ലിൽ മർള, ഞങ്ങളത് രോഗികൾക്ക് വേണ്ടിയിട്ട് ആ വസ്ത്രം കഴുകിയിട്ട് ആ വെള്ളം കൊണ്ട് ശിഫയെടുക്കുമായിരുന്നു എന്ന് മഹദിയായ അസ്മാ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. നമ്മൾ ആലോചിക്ക്, ഈ ഒരു ആശയത്തെ, ഈ ഒരു ആദർശത്തെ, ഈ ഒരു സംവിധാനത്തെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ നെഞ്ചിൽ നിന്ന് അടർത്തിയെടുക്കാൻ ഇവിടെ ശക്തമായ ശ്രമം നടക്കുമ്പോൾ അതിനെതിരെ പോരാടുക എന്നത് സമസ്തയുടെ ആധികാരിക പണ്ഡിത സഭയുടെ ബാധ്യതയാണ്, കടമയാണ്. അതിന്റെ കൂടെ നിൽക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് വെക്കുന്ന മതസംവിധാനങ്ങളിൽ ഒരു നൂറ്റാണ്ട് പൂർത്തിയാകുമ്പോൾ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ലക്ഷക്കണക്കിന് മക്കൾ വിദ്യ നുകരുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ഒരു കറുത്ത പുള്ളിയെ ആ ഹൃദയത്തിൽ ഒരിടത്തും. അതുകൊണ്ട് ഈ മഹത്തായ സംവിധാനത്തിൻ്റെ, ഈ പൈതൃകത്തിൻ്റെ മധുരം ഞങ്ങൾക്ക് വിളമ്പിത്തരുന്ന ഈ മഹാസംവിധാനത്തിൻ്റെ പ്രഖ്യാപനങ്ങളും പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും തൊടുപുഴയിൽ നിറഞ്ഞു നിൽക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു സ്വീകരണ സമ്മേളനത്തിന് വേണ്ടി തൊടുപുഴയിലെ പ്രിയപ്പെട്ട പ്രവർത്തകർ നടത്തിയ കാര്യങ്ങൾ വളരെയേറെ സ്തുത്യർഹമാണ്. ഈ കുറഞ്ഞ സ്ഥലത്ത് ഇത്രയെങ്കിലും ഭംഗി വരുത്താൻ, ഇത്രയെങ്കിലും സമസ്തയുടെ സയ്യിദുൽ ഉലമയെ സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞല്ലോ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഉറക്കമൊഴിഞ്ഞുകൊണ്ട് ദിവസങ്ങളോളം കുറഞ്ഞ ഭക്ഷണമാണ്, യാത്രാ സംഘങ്ങൾക്ക് വിലപിടിപ്പുള്ള ഭക്ഷണം കൊടുക്കാൻ സമസ്തക്ക് നിർദ്ദേശമില്ല. സയ്യിദുൽ ഉലമ പറയുന്നു, എനിക്ക് കിടക്കാൻ ഇന്ന കട്ടിലു വേണമെന്ന നിർദ്ദേശമില്ല, എനിക്ക് ഇങ്ങനത്തെ ഭക്ഷണം വേണമെന്ന നിർദ്ദേശമില്ല. എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം കഴിച്ച് നിലത്തും വിരിപ്പിലും പായലും കട്ടിലും കിടന്ന് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഈ സമ്മേളന യാത്ര, സന്ദേശയാത്ര കടന്നു വരുമ്പോൾ രോമാഞ്ചമാണ് പ്രിയപ്പെട്ടവരെ. കണ്ണീർ തുള്ളികൾ അടർത്തിയിട്ടുകൊണ്ട് മുശാവറ മെമ്പർമാർ പിന്നാലെ കൂടുമ്പോൾ
നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മുദ്രാവാക്യം വിളിച്ച് തക്ബീർ വിളിച്ച് സയ്യിദുൽ ഉലമയെ ആനയിക്കുമ്പോൾ ഓരോ സ്ഥലത്തും ഹൃദയം കുളിരണിഞ്ഞു പോകുന്ന രംഗങ്ങളാണ്. ആ ഒരു പ്രഭാവം, ആ ഒരു വരവ്, ആ ഒരു തലയിൽ കെട്ട് എവിടെയോ ശംസുൽ ഉലമയെ കുത്തിവെച്ചതുപോലെ തൊടുപുഴയുടെ മണ്ണിലേക്കും ബഹുമാനപ്പെട്ടവർ കടന്നു വരികയാണ്. അല്ലാഹു തആല ഇതൊരു വലിയ ആദർശ മുന്നേറ്റത്തിന്റെ വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്ന ഒരു സന്ദേശയാത്രയാക്കി തൊടുപുഴയിലെ മണ്ണിനെ അല്ലാഹു മാറ്റട്ടെ.